കണ്ണൂർ തയ്യിലിൽ കടൽ തീരത്തോട് ചേർന്ന വീട്. സമയം രാവിലെ 6 മണി. ചൂട് കാരണം ഹാളിൽ കിടന്നുറങ്ങിയ ശരണ്യ ഉറക്കമെഴുന്നേറ്റു. തുടർന്ന് ഭർത്താവ് പ്രണവും 1.5 വയസ്സുള്ള മകൻ വിയാനും കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് ചെന്നു. എന്നാൽ കിടക്കയിലേക്ക് നോക്കിയതും ആ അമ്മ ഞെട്ടിപ്പോയി. കാരണം കിടക്കയിൽ ഭർത്താവ് മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞെവിടെ? വീട്ടുകാരും നാട്ടുകാരും കുഞ്ഞിനെ തേടി അലഞ്ഞു. പോലീസും എത്തി. ഒടുവിൽ കടൽ തീരത്തെ കരിങ്കൽ കെട്ടിനിടയിൽ നിന്ന് കുഞ്ഞു വിയാന്റെ മൃതദേഹം കണ്ടെത്തി. രാത്രി അച്ഛനും അമ്മയ്ക്കും ഒപ്പം കിടന്നുറങ്ങിയ കുഞ്ഞ് പുലർച്ചെ കാണാതാകുന്നു. തുടർന്ന് വീട്ടിൽ നിന്നും 50 മീറ്ററോളം അകലെ കരിങ്കല്ലുകൾക്കിടയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. എന്തായിരിക്കും കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടാവുക? തലക്കേറ്റ ക്ഷതമായിരുന്നു മരണകാരണം. കുഞ്ഞിന്റെ ആമാശയത്തിൽ പാൽ ദഹിക്കാതെ കിടപ്പുണ്ടായിരുന്നു. അതായത് പാൽ കുടിച്ച് അധികം വൈകാതെ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ എപ്പോഴായിരിക്കും കുഞ്ഞ് പാൽ കുടിച്ചിട്ടുണ്ടാവുക? പുലർച്ചെ 2:30-ക്ക് ശേഷം കുഞ്ഞ് കരഞ്ഞപ്പോൾ പാൽ കൊടുത്തുവെന്നാണ് പ്രണവും ശരണ്യയും പറയുന്നത്. തുടർന്ന് കുഞ്ഞിനെ പ്രണവിനൊപ്പം കിടത്തിയിട്ട് ശരണ്യ ഹാളിൽ കിടക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ പുലർച്ചെ 2:30-ക്കും രാവിലെ 6-നും ഇടയിലാണ് കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് അച്ഛനൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞ് കടൽക്കരയിലെത്തുന്നത്? നേരം വെളുക്കുന്നതുവരെ വീടിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ കുഞ്ഞിന് തനിച്ച് പുറത്തു കടക്കാൻ കഴിയില്ല. എങ്കിൽ വീട്ടിലുള്ള ആരോ കുഞ്ഞിനെ കൊന്നതാണ്. പക്ഷെ അതാരും? ശരണ്യയ്ക്കും ബന്ധുക്കൾക്കും കുഞ്ഞിന്റെ അച്ഛൻ പ്രണവിനെയായിരുന്നു സംശയം. അതിന് കൃത്യമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശരണ്യയുടെ വീടാണ്. പ്രണവിനോട് പിണങ്ങി ശരണ്യ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. പ്രണവ് വല്ലപ്പോഴും വന്നു പോകും. പ്രണവ് വീട്ടിൽ വരുന്നതിനോട് ശരണ്യയുടെ അച്ഛന് എതിർപ്പായിരുന്നു. അങ്ങനെയിരിക്കെ കുഞ്ഞ് കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം ശരണ്യയുടെ അച്ഛൻ മീൻ പിടിക്കാൻ കടലിൽ പോയ തക്കം നോക്കിയാണ് പ്രണവ് വീട്ടിലെത്തിയത്. അതുവരെ ഭാര്യയെയും കുഞ്ഞിനെയും തിരിഞ്ഞു നോക്കാത്തയാൾ എന്തിനാണ് ആ രാത്രിയിൽ വീട്ടിലെത്തിയത്? പോലീസ് പ്രണവിനെ ചോദ്യം ചെയ്തു. എന്നാൽ ശരണ്യ വിളിച്ചിട്ടാണ് താൻ വന്നതെന്നായിരുന്നു പ്രണവിന്റെ മറുപടി. കൊലപാതക കുറ്റം സമ്മതിക്കാൻ അയാൾ ഒട്ട് തയ്യാറായുമില്ല. സാഹചര്യങ്ങളും മൊഴികളും പ്രണവിന് എതിരായിരുന്നെങ്കിലും അയാൾ കുഞ്ഞിനെ കൊന്നു എന്നതിന് തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ശരിക്കും പ്രണവ് തന്നെയാണോ കൊലപാതകി? കുഞ്ഞ് ഇല്ലാതായാൽ പ്രണവിന് എന്താണ് നേട്ടം? അയാൾ ഭാര്യയോടും കുഞ്ഞിനോടുമൊപ്പമല്ല കഴിയുന്നത്. അവർ അയാൾക്കൊരു തടസ്സവുമല്ല. പിന്നെ എന്തിനു കൊല്ലണം? പോലീസ് പ്രണവിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. എന്നാൽ അതിൽ സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല. എന്നാൽ അപ്പോഴാണ് പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ ഈ കുഞ്ഞിന്റെ അമ്മ ശരണ്യയുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരുന്നു. ശരണ്യയുടെ ഫോൺ വാങ്ങി പരിശോധിച്ച പോലീസ് ആശ്ചര്യപ്പെട്ടുപോയി. ഒരൊറ്റ നമ്പറിൽ നിന്നും 17 മിസ്ഡ് കോൾസ്. ശരണ്യ നിരന്തരം വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോൾ ചെയ്തിരിക്കുന്നത്. ആ വ്യക്തിയെ പോലീസ് കണ്ടെത്തി. വാരം സ്വദേശി നിധിൻ. പോലീസ് അയാളുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഡേറ്റ പരിശോധിച്ചു. ചില രാത്രികളിൽ ശരണ്യയുമായുള്ള ഫോൺ സംഭാഷണം അവസാനിച്ച് അരമണിക്കൂറിനുള്ളിൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ശരണ്യയുടെ വീടിന്റെ പരിസരത്താണ്. കുഞ്ഞിനെ കാണാതായ ദിവസം പുലർച്ചെ 1:30-ക്കും ശരണ്യയുടെ വീടിനടുത്താണ് നിധിന്റെ ഫോൺ ടവർ ലൊക്കേഷൻ. ആ സമയം ഒരു പരിസരവാസി നിധിനെ അവിടെ കണ്ടിട്ടുമുണ്ടായിരുന്നു. ശരണ്യ അറിയാതെ നിധിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. എന്നാൽ ശരണ്യയുമായി അടുപ്പമുണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ ഒഴിവാക്കാൻ താൻ പറഞ്ഞിട്ടില്ലെന്നാണ് നിധിന്റെ വാദം. പുലർച്ചെ 1:30-ക്ക് ശരണ്യയുടെ വീടിനടുത്തേക്ക് പോയെങ്കിലും ശരണ്യയെ കണ്ടില്ലെന്നും അയാൾ പറഞ്ഞു. എന്തായാലും കുഞ്ഞിന്റെ അമ്മ ശരണ്യയുടെ മേലുള്ള സംശയം ഫലപ്പെട്ടു. കാരണം കുഞ്ഞില്ലാതായാൽ നേട്ടം ശരണ്യക്കാണ്. കാമുകന്റെ ഒപ്പം ജീവിക്കാം. കുഞ്ഞില്ലായിരുന്നെങ്കിൽ ശരണ്യയെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ ഈ നിധിൻ ശരണ്യയ്ക്ക് അയച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ സംശയം പഴുതുകളില്ലാതെ തെളിയിക്കണം. പോലീസ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം വിശദമായി പരിശോധിച്ചു. കടലിനോട് ചേർന്ന് തിരമാല അടിച്ചു കയറുന്ന പാറക്കെട്ടിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഇവിടേക്കെത്താൻ കടൽ വെള്ളം കയറി ഇറങ്ങുന്ന ഒരു ഭാഗത്തു കൂടി നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ വസ്ത്രത്തിലും ചെരുപ്പിലുമെല്ലാം വെള്ളമടിക്കും. മാത്രമല്ല കടൽ വെള്ളത്തിലെ ഉപ്പും ഡയാറ്റവും, അതായത് സൂക്ഷ്മജീവികളും വസ്ത്രത്തിലും ചെരുപ്പിലുമെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. സാധാരണ ഒരു പ്രദേശത്തെ കടൽ വെള്ളത്തിലുള്ള സൂക്ഷ്മജീവികൾ മറ്റൊരു പ്രദേശത്തെ കടൽ വെള്ളത്തിൽ ഉണ്ടാകില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടുത്തെ കടൽ വെള്ളം ശേഖരിച്ചു. ഇനി ഈ വെള്ളത്തിലെ ഡയാറ്റം ആരുടെ വസ്ത്രത്തിലും ചെരുപ്പിലുമാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന് നോക്കണം. സംഭവ ദിവസം രാത്രി പ്രണവും നിധിനും മുണ്ടാണ് ഉടുത്തിരുന്നത്. നടക്കുമ്പോൾ മുണ്ട് മടക്കി കുത്തുന്നത് കൊണ്ട് മുണ്ടിൽ കടൽ വെള്ളം പറ്റില്ല.
അതുകൊണ്ട് ഇരുവരുടെയും ചെരുപ്പ് വാങ്ങി. ശരണ്യ അന്ന് രാത്രി ഇട്ട അതേ ചുരിദാർ തന്നെയായിരുന്നു പകലും ഇട്ടിരുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് ആ ചുരിദാർ വാങ്ങിയെടുത്തു. അങ്ങനെ ചെരുപ്പുകളും ചുരിദാറും കണ്ണൂർ റീജിയണൽ ഫോറൻസിക് ലാബിൽ അയച്ച് പരിശോധിച്ചു. രാത്രിയോടെ ലാബിൽ നിന്ന് വിവരമെത്തി, കൊലയാളിയെ തിരിച്ചറിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, കുഞ്ഞുവിയാന്റെ സ്വന്തം അമ്മ ശരണ്യ. ശരണ്യയുടെ വസ്ത്രത്തിൽ മാത്രമായിരുന്നു സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ശരണ്യയെ ചോദ്യം ചെയ്തു. അവർ കുറ്റം സമ്മതിച്ചു. നിതിനെ വിവാഹം കഴിക്കാൻ കുഞ്ഞ് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണം. കൊലക്കുറ്റം പ്രണവിലേക്ക് ചാർത്താനായിരുന്നു അച്ഛനില്ലാത്ത സമയത്ത് ശരണ്യ അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. പുലർച്ചെ പാല് കുടിച്ചുറങ്ങിയ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മൊബൈൽ ഫോണിലെ വെളിച്ചത്തിൽ ശരണ്യ കടൽക്കരയിലെത്തി. ശേഷം പാറക്കൂട്ടത്തിന് മുകളിൽ കയറി നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. കല്ലിൽ തലയിടിച്ചു കരഞ്ഞ കുഞ്ഞിനെ വീണ്ടും കയ്യിലെടുത്ത് ശ്വാസം മുട്ടിച്ച് മരണം ഉറപ്പാക്കിയ ശേഷം ഒന്നുകൂടി വലിച്ചെറിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ശരണ്യയുടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ദൂരേക്ക് വലിച്ചെറിഞ്ഞ ആ ചെരുപ്പ് പോലീസ് കണ്ടെടുക്കുകയും അത് ഈ കേസിൽ നിർണായക തെളിവാകുകയും ചെയ്തു. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഒരമ്മ നടത്തിയ ആസൂത്രണം. പാല് കൊടുത്തുറക്കി പാറയിൽ എറിഞ്ഞു കൊന്നിട്ട് ഭർത്താവിൽ കുറ്റം ആരോപിച്ചപ്പോൾ അത് പൂർത്തിയായി. എന്നാൽ അദൃശ്യമായ സൂക്ഷ്മജീവികൾ തന്നെ കുരുക്കുമെന്ന് അവർ ചിന്തിച്ചു കാണില്ല. വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന സൂക്ഷ്മജീവികൾ ആ അമ്മയിലെ കൊലപാതകയെ കാണിച്ചു കൊടുത്തു.